Watch full episodes on Jio Hotstar. അരേ വാ, നമ്മുടെ ഫുരിഫുറി നഗറിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു അക്വേറിയം കാണുന്നത്. അതേന്നെ, ഞാനും കുറെ കേട്ടിട്ടുണ്ട് പല ടൈപ്പുള്ള ഫിഷസ് അതിനകത്തുണ്ടെന്ന്. വാ, നമുക്ക് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ അവിടെ നല്ല ആൾക്കൂട്ടമാവും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. വാ വാ. അവിടെ നിൽക്കണ മോനെ. അയ്യോ, എന്റെ കാറ്! അയ്യോ, അച്ഛാ, എന്റെ ബോൾ! The name is ചിങ്കം. അക്വേറിയം കാണാൻ എല്ലാരും വരിയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചോളണം. ഇടയ്ക്ക് വെച്ച് കേറാൻ നോക്കിയാൽ ഇടി 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 പാർസല് കിട്ടും. എന്റെ അമ്മോ, നിർത്ത. ആ കാറ് നിർത്ത്. അത് വല്ല അക്വേറിയത്തെ പോയി ഇടിച്ച ആ അക്വേറിയം പൊട്ടിയും പോവും, പിന്നെ മീനെല്ലാം ചത്തും പോവും. എന്റെ അമ്മോ, മോട്ടുപത്ലോ, നിങ്ങൾ എവിടെയാണ്? അതെ പോലീസ്, ആ വണ്ടി ഒന്ന് നിർത്തോ, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ പോകും. എന്റെ ഫ്രണ്ട്! ഇതാ മോനെ നിന്റെ ബോള്, കളയാതെ സൂക്ഷിച്ചോളൂ. ഇത് നോക്ക് മോനെ, ഇതുപോലെ നീ ബോളിന്റെ പിന്നാലെ റോട്ടിൽ കൂടി ഓടാൻ പാടില്ല. അക്വേറിയം റൗണ്ടിലല്ലേ ഇരിക്കുന്നത്, അതിനെ പിടിച്ചു വെക്കൂ, അല്ലെങ്കിൽ അതും ഇതുപോലെ ഓടിപ്പോവും. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്റെ അക്വേറിയം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഞാൻ നിങ്ങളെ ഇവിടെ ജോലിക്ക് വെച്ചതെന്ന് ഞാൻ ഖേദിക്കുന്നില്ല. ഗാർഡ്സ്, ഈ കാർ ഇവിടുന്ന് മാറ്റ്, പെട്ടെന്ന്. ചിങ്കം സർ, അപ്പൊ ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ അക്വേറിയം കെയർ ടേക്കർ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. പൊളിച്ചടുത്തല്ലോ മോട്ടുപാത്തിലോ. നിങ്ങൾ അക്വേറിയത്തിലെ മീനുകളെ നല്ലപോലെ നോക്കിക്കൊള്ളണേ. നിങ്ങളിത് ആദ്യം തന്നെ അറിയിച്ചിരുന്നെങ്കിൽ, അതായത് അക്വേറിയത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനും നിങ്ങളെ സഹായിച്ചേനെ. എൻ്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു അക്വേറിയം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സഹോദരി സഹോദരന്മാരെ, തയ്യാറായിക്കോളൂ. സമുദ്രത്തിന്റെ അകത്തേക്കുള്ള ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം കുറച്ച് നിമിഷങ്ങൾക്കകം. ഇങ്ങോട്ട് വേഗം വരൂ. ഷോ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഫിഷസിന് തീറ്റ കൊടുക്കണം. ഇന്ന് വരെ നിങ്ങൾ ഇത്രയും ഭംഗിയുള്ള മീനുകളെ ഒരുപക്ഷെ ടിവിയിലും പുസ്തകങ്ങളിലും മാത്രമേ കണ്ടു കാണത്തുള്ളൂ.
എന്ത് രസമാണ്. ഇത് കൊള്ളാലോ. ഹായ്. ഹലോ എവരിബഡി, ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നു ദ ഡാൻസിംഗ് ഓക്ടോപസ്. Let the show begin. അത് നോക്ക്, ആ ഒക്ടോപസ് എന്ത് മനോഹരായിട്ട് ഡാൻസ് ചെയ്യുന്നേ. കലക്കി കലക്കി. താങ്ക് യു. ജീവിതത്തിൽ സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്. പക്ഷെ ഇതാണല്ലോ ജീവിതത്തിന്റെ ഒരു സുഖം. ഇനി അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും Crying Fish. എന്റെ അമ്മോ, ഈ മീന്റെ ശബ്ദത്തിൽ എന്തൊരു ദുഃഖമാണ്. ഇത് കാണുമ്പോ അഭിനയിക്കുന്നത് പോലെ തോന്നുന്നില്ല. ആരെങ്കിലും അവിടേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി ചേർക്കണമേ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. Thank you. The show is over for now. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷോ ഇഷ്ടപ്പെട്ടു എന്ന്. എന്റെ സ്വർണ്ണ മത്സ്യമേ, നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാണ്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചത്? നിനക്ക് ലോകരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ സന്തോഷിപ്പിക്കാനാണോ കരയുന്നേ? അതെന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ്. അത് കണ്ണീരായി പുറത്തു വരുന്നു. എനിക്ക് എന്റെ കുടുംബത്തെയും ബന്ധുക്കളെയും കുറിച്ചാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നത് പോലും ഒരു തമാശയാണല്ലേ? നീ എവിടുന്നാണ് വരുന്നത്? നിന്റെ വീട് എവിടെയാ? ഞാൻ ഒരിക്കലും ഇവിടേക്ക് ഇഷ്ടത്തോടെയല്ല വന്നത്. എന്നെ പിടിച്ചോണ്ട് വന്നതാണ്. നിങ്ങൾ മനുഷ്യരെ പോലെ എനിക്കും ഒരു കുടുംബമുണ്ട്, കൂട്ടുകാരുമുണ്ട്. എന്നെ പോലെ കുടുംബവും ബന്ധുക്കളും കൂട്ടുകാരുമുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിലൊരാളാണ് ഒക്ടോപസ് ക്വീൻ. എന്നാൽ ഒക്ടോപസ് ക്വീനിന് ഞങ്ങളുടെ സ്വർണ്ണനിറം ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ എന്താ ചെയ്തെന്നറിയോ? ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം അവർ ബന്ധനസ്ഥരാക്കിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂട്ടുകാരും എല്ലാവരും അവരുടെ തടവിലാണ്. എന്റെ കുടുംബം മൊത്തം ഇപ്പൊ ഒക്ടോപസിന്റെ തടവിൽ കഴിയുകയാണ്. സ്വർണ്ണ മത്സ്യമേ, എനിക്കറിയില്ലായിരുന്നു നിന്റെ കണ്ണീരിന് പുറകിൽ ഇത്രയും വലിയൊരു കഥയുണ്ടായിരുന്നെന്ന്. എന്റെ മോട്ടു, നീ പിന്നീട് തേങ്ങി തേങ്ങി കരഞ്ഞോ? ആദ്യം ഈ സ്വർണ്ണമീന് പറയുന്നൊന്ന് കേക്ക്. നിനക്കറിയാം എന്റെ മനസ്സ് എത്ര ലളിതമാണെന്ന്. സ്വർണ്ണ മത്സ്യത്തിന്റെ ഈ ദുഃഖ കഥ കേട്ടപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. സ്വർണ്ണ മത്സ്യമേ, പിന്നെ എന്താണ് സംഭവിച്ചത്? പറയൂന്നേ.
ഞാൻ എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഈ അക്വേറിയം മുതലാളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായില്ല. എനിക്ക് എന്റെ കുടുംബത്തെ കണ്ടേ പറ്റൂ. അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. പത്ലു, നമുക്ക് സ്വർണ്ണ മത്സ്യത്തിന് സഹായിച്ചേ പറ്റൂ. എന്റെ മോട്ടു, നീ ഒന്ന് കരയാതിരിക്കെ, എനിക്കും കരച്ചില് വരിക. ഇത് നോക്കൂ സ്വർണ്ണമീനെ, നീ വിഷമിക്കണ്ട. ഞാനും മോട്ടുവും ചേർന്ന് നിന്റെ കുടുംബത്തെ ഒക്ടോപ്പസ് ക്യൂനിൽ നിന്ന് രക്ഷിക്കാം. സത്യാണോ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? എന്റെ കുടുംബത്തെ ഒക്ടോപ്പസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? സത്യമാണ് സ്വർണ്ണ മത്സ്യമേ, സത്യമാണ്. മോട്ടു പത്ലു ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതെ അതെ, അവർ നിന്നെ തീർച്ചയായും സഹായിക്കും. പ്ലീസ് എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ. ഞാൻ ഇതുവരെ എന്നെ പോലെയുള്ള ഒരു ഒക്ടോപ്പസിനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ അക്വേറിയത്തിലായിരുന്നു. ഇല്ല ഇല്ല, നീ ഞങ്ങളുടെ കൂടെ ഒരിക്കലും വരാൻ പറ്റില്ല. ഞങ്ങൾ സ്വർണ്ണ മത്സ്യത്തിന് സഹായിക്കാൻ വേണ്ടി പോവാണ്, അല്ലാതെ ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോവല്ല. പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കൂ പ്ലീസ്. എങ്കിൽ ശരി ശരി, വരൂ. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. മോട്ടു, ഒന്ന് നീ പിടിച്ചോ, ഒന്ന് ഞാൻ പിടിച്ചോളാം. ഇത് നോക്കൂ, സ്വർണ്ണമീനും ഒക്ടോ ജാക്സണും ഇതിൽ വന്ന് കേറിക്കോ. വേഗം വന്ന് കേറിക്കോ, വേഗം. അങ്ങനെ തന്നെ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ നിങ്ങളെ രണ്ടുപേരും അക്വേറിയം സംരക്ഷിക്കാനാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഓരോ സാധനങ്ങളും മോഷ്ടിക്കാനാണോ ശ്രമിക്കുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മോഷണം ഞങ്ങളുടെ പരമ്പരയിൽ തന്നെ ഇല്ലാത്തതാണ്. ഞങ്ങൾ ഈ സ്വർണ്ണ മത്സ്യത്തിന് സഹായിക്കുവാൻ ഒക്ടോപ്പസ് വേൾഡിലേക്ക് പോവുകയാണ്. ഇതിന്റെ അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെ അവിടെ വിഷമിച്ചിരിക്കുവാത്രേ. ഓക്ടോപ്പസ് വേൾഡ്. സ്വർണ്ണ മത്സ്യത്തിന്റെ അച്ഛനും അമ്മയും ചേട്ടത്തിയും അനിയത്തിയും. എന്ത് രസമുള്ള ഒരു കഥയാണ് ഇപ്പൊ പറഞ്ഞത്. തിരിച്ചു വെക്കൂ ഇതിന് രണ്ടിനെയും. ഈ ഗോൾഡ് ഫിഷും പിന്നെ ഈ ഡാൻസിങ് ഒക്ടോപ്പസുമാണല്ലോ എന്റെ ഈ പരിപാടിയുടെ ഷോ സ്റ്റോപ്പേഴ്സ്. എന്നിട്ട് നീ ഇതിനെ തന്നെയാണോ മോഷിച്ചോണ്ട് ഓടാൻ നോക്കുന്നത്? സാറേ, നിങ്ങൾ എന്റെ വാക്കുകളിൽ ഒന്ന് വിശ്വസിക്കൂ. സ്വർണ്ണ മത്സ്യമേ, അദ്ദേഹത്തോട് പറ. ഗാർഡ്സ്, പിടിക്കൂ ഈ മോട്ടു പത്ലുമാരെ, എന്നിട്ട് വെളിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കൂ. മാനേജർ സാറ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി നല്ലോണം അറിയാം. ഞങ്ങൾ തന്നെ പോയിക്കോളാം. പത്ലു, വന്നോളൂ. എന്റെ മോട്ടു, അവര് നമ്മളെ പുറത്താക്കാനുള്ള പരിപാടിയാ. അതിനു വേണ്ടിട്ട് അവരങ്ങനെ പറയുന്നത്. മോട്ടു, സൂക്ഷിച്ച്. തിരിച്ചെടുത്തോണ്ട് വാ അത് രണ്ടിനെ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ചെയ്യൂ. സ്വർണ്ണ മത്സ്യത്തിന്റെ കണ്ണുകൾ എന്നോട് ചോദിക്കുന്നു, എന്നെ സഹായിക്കുവോ ഇല്ലയോ എന്ന്. മോട്ടു, എഴുന്നേൽക്ക്.
വേഗം എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. മോട്ടു, ഇവരെയൊക്കെ തോൽപ്പിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ സമൂസ കഴിച്ചേ മതിയാവൂ. കഴിക്ക്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അക്വേറിയം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഞാൻ ഈ അക്വേറിയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്റെ മോട്ടു, പൊന്നു സുഹൃത്തെ, നീ സമൂസ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല. എങ്ങനെയാണോ ആംസ്റ്റാർ ബോൾ എടുത്തിട്ട് ഓടിയത്, അതുപോലെ നീയും ഇത് എടുത്തിട്ട് ഓടിക്കോ. പത്ലു, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എങ്കിൽ പോയി സമൂസ എടുത്തോണ്ട് വാ. ഞാൻ ഈ അക്വേറിയത്തിന്റെ അകത്തേക്ക് പോവാണ് പത്ലു. ശരി മോട്ടു. നിർത്തവന്മാരെ, തുറക്കട്ടെ വാതിലുകൾ. മോട്ടു രക്ഷപ്പെട്ടു. പക്ഷെ ഇവരെ വെറുതെ വിടാൻ പാടില്ല. പിടിക്കവരെ. സമൂസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. കൊള്ളാലോ. അല്ല, ഇതെന്താ ചെയ്തത്? സമൂസ എനിക്കുള്ളതായിരുന്നു. പത്തലു, കുറച്ചുകൂടെ സമൂസ തന്നുവിട്. പോണേ. ഇന്ന പിടിച്ചോ. എടോ മടയന്മാരെ, എണീക്ക്, എന്നിട്ട് അവരെ പിടിക്ക്. ശരി ബോസ്. ഇനി ഒരിക്കലും എനിക്ക് കൊണ്ടുവരുന്ന സമൂസയുടെ അടുത്തേക്ക് നിങ്ങൾ വന്നു പോകരുത്. ഞാൻ പറഞ്ഞതല്ലേ സമൂസ എനിക്കുള്ളതാണെന്ന്. പത്തലു, കുറച്ചുകൂടെ സമൂസ കൊണ്ടുവരൂ. സ്വർണ്ണ മത്സ്യമേ, യുമാരടുത്തൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇവറ്റകൾ എന്നെ സമൂസ കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കൂ. ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോട്ടുവിനെ സമൂസ കഴിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ ബോളിന്റെ ഉള്ളിലായിരിക്കും. ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. മോട്ടു, ഇതാണ് അവസാനത്തെ പ്ലേറ്റ്. വേഗം കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. സൂക്ഷിച്ചോളൂ. ഇനി ആരെങ്കിലും സമൂസയുടെ അടുത്തേക്ക് വന്നാൽ ആരും സമൂസനെ നോക്കേ വേണ്ട. പൊളിച്ചേ. മോട്ടു, എടുത്തിട്ട് പോ. എടുത്തിട്ട് പോകാനോ? എന്തെടുത്തിട്ട് പോകാൻ? എങ്ങോട്ട് എടുത്തിട്ട് പോകാൻ? മാനേജർ സാറേ, നിങ്ങളുടെ അക്വേറിയം മോട്ടു സമുദ്രത്തിലേക്ക് എടുത്തോണ്ട് പോവാ. നിങ്ങളുടെ അക്വേറിയത്തിനോട് അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറഞ്ഞോളൂ. മോട്ടു വേണ്ട ഇത്രയും വലിയ അക്വേറിയം തന്നെ സമുദ്രത്തിൽ എടുത്തിട്ട് പോകുമോ? നമ്മുടെ ഷോ ഏതായാലും തീർന്നില്ലേ? ഇനി ഇപ്പൊ മോട്ടുവിന്റെ ഷോ അങ്ങോട്ട് കണ്ടേക്കാം.
നിങ്ങൾ എല്ലാരും ഈ വായി നോക്കി എന്തുവേടാ നിൽക്കുന്നത്? അയാളെ നിർത്ത്. ഞാൻ ഓരോരോ മീനിനെയും വളരെ തെരഞ്ഞാണ് കണ്ടുപിടിച്ചോണ്ട് വന്നത്. ഒന്ന് പോ. ശരിയോ? അയ്യോ രക്ഷിക്കേ. ഡോക്ടർ ജഡ്ക വേഗം കാർ എടുത്തോണ്ട് അക്വേറിയത്തിന്റെ അടുത്തേക്ക് വാ. ഈ ബോട്ട് എവിടെ പോയി കിടക്കുവാ? എന്റെ ജഡ്ക സാറേ, മോട്ടുവിന്റെ പിന്നാലെ പോ. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ പറയാൻ സമയമില്ല. മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വിടില്ല. സ്വർണ്ണ മത്സ്യം ഓക്ടോ ജംഗ്ഷന് വരൂ. നമുക്കിത് ഒരുമിച്ച് റോൾ ചെയ്ത് പോവാം. കമോൺ, ഒന്ന് വേഗമാവട്ടെ. പോയി പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക സാറേ, അക്വേറിയത്തിലെ സ്വർണ്ണ മീനില്ലേ, അതിന്റെ കുടുംബത്തെ കടലിനടിയിലുള്ള ഒക്ടോപ്പസ് ക്യൂൻ തടങ്കലിൽ വെച്ചിരിക്കുക. സ്വർണ്ണമീൻ ഞങ്ങളോട് വന്ന് അവരെ രക്ഷിക്കുവാനായി അപേക്ഷിച്ചിരുന്നു. അവരെ രക്ഷിക്കുവാനായിട്ടാണ് മോട്ടു അക്വേറിയത്തിലേക്ക് ഇറങ്ങി എല്ലാവരെയും കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നടന്നത്. അമ്മേ, അപ്പൊ ഞാൻ നമ്മളും അവരോടൊപ്പം സമുദ്രത്തിലേക്ക് പോകേണ്ടി വരുമോ? എല്ലാവരും മാറി നിൽക്കൂ, അരികിലേക്ക് മാറി നിൽക്കൂ. അങ്ങോട്ട് നോക്കൂ, ഫിഷസിന്റെ അക്വേറിയം പോണ പോക്ക് കണ്ട. രക്ഷപ്പെട്ടോ, ഓടിക്കോ. സാർ, ആ മോട്ടു നിക്കണ യാതൊരു ലക്ഷണവും കാണുന്നില്ല സാറേ. ഞങ്ങളിപ്പോ അയാളെ പിന്തുടർന്ന് ഇങ്ങനെ സമുദ്രത്തിന്റെ അടുത്ത് വരെ എത്തി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട സാർ? എന്തെങ്കിലും ചെയ്യ്. പക്ഷെ അക്വേറിയം സമുദ്രത്തിന് അകത്ത് പോകാൻ പാടില്ല കേട്ടോ. അത് സമുദ്രത്തിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു വലിയ മതില് കെട്ടി തടയാൻ നോക്ക് കേട്ടോ. ഓക്കെ ബോസ്. ഹലോ ബോസ്, ഞങ്ങൾ അക്വേറിയത്തെക്കാളും 3 ഇരട്ടി വലിയ മതിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇനി ആ മോട്ടൂന് ഇത് കടന്നു പോവാൻ യാതൊരു സാധ്യതയും ഇല്ല ബോസ്. പത്ലു, എന്റെ മുമ്പിൽ ഒരു ചോരരിപ്പുണ്ട്. വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. അതുവരേക്ക് നീ വന്നുകൊണ്ടേ ഇരിക്ക്. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആ അക്വേറിയം ചുവരിൽ തട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പോയി പത്ലു, നിങ്ങൾ പേടിക്കണ്ട. ഡോക്ടർ ജഡ്കയുടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? 1 2 3 4. ഡോക്ടർ ജഡ്ക, ഇങ്ങനെ ധൃതിയിൽ ലാൻഡ് ചെയ്തതിനു മുമ്പ് ഞങ്ങളെ ഒന്ന് വിവരം അറിയിച്ചോണേ. ഇതെന്താ ഈ ബട്ടൺ എന്താ പറ്റിയത്? മമ്മി, ഡോക്ടർ ജഡ്ക എന്തേലും ഒന്ന് ചെയ്യൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്.
മമ്മി എന്താ ഡോക്ടർ ജാഡ്ക നിങ്ങളെ കാറ് വെള്ളത്തിൽ കൂടെ ഓടിക്കാനാണോ നോക്കുന്നേ? ചെല്ലേ, എല്ലാവരും ചെന്ന് ആഘോഷിക്കേ. കടൽ ഇത്രയ്ക്ക് മനോഹരാണോ? എനിക്ക് സത്യത്തിൽ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഓ, യാ, 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 പൊളിച്ചേ. എന്റെ മോട്ടു ഡാൻസ് ഒക്കെ മതിയാക്ക്. നമ്മളിവിടെ എന്തിനാണ് വന്നത്? ആ ജോലി ചെയ്ത് തീർക്കണ്ടേ? നീ വേഗം വരാൻ നോക്ക്. ഡോക്ടർ ജക്സൺ, ഇനി ഡാൻസ് മതിയാക്കാം. നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ പോലെ ഒരു ഒക്ടോപസ് ആണ് എന്റെ കുടുംബത്തെ മുഴുവൻ തടവിലാക്കി വെച്ചിരിക്കുന്നത്. എന്റെ ആളുകൾ എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തെ തടവിലാക്കിയതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇതിൽ എന്റെ തെറ്റെന്താണ്? എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ പ്ലീസ്. ഒരുപക്ഷെ എന്റെ സ്വന്തക്കാരെയും എനിക്ക് കിട്ടിയെങ്കിലോ? ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. സ്വർണ്ണ മത്സ്യമേ, മനസ്സിലാക്കൂ. നിനക്ക് നിന്റെ കുടുംബാംഗങ്ങളെ കാണാനുള്ള കൊതി പോലെ ഓട്ടോ ജാക്സനും ഉണ്ടാവില്ലേ? പറ, അവന്റെ ആൾക്കാരെ കാണണോന്ന്. ശരി ശരി, ഇവൻ വരികയാണെങ്കിൽ ഇവന്റെ കാര്യം മാത്രം നോക്കണം. വേറെ ഒന്നും അവൻ ചെയ്യാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം ആരാണ് സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെ തടവിലാക്കിയതെന്ന്. വരൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞങ്ങളെ വിടൂ, ഞങ്ങളെ വിടൂ, ഞങ്ങളെ പുറത്തു പോവാൻ അനുവദിക്കൂ. 4 ദിവസമായി വെളിച്ചമുണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇവിടെ മൊത്തം ഇരുട്ടായിരിക്കും. വെളിച്ചമുണ്ടാക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ വെളിച്ചമുണ്ടാക്ക്. അതിനുശേഷം എല്ലാവരുടെയും തിളക്കം അങ്ങ് മാറും. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തത്? എന്തിനാ ഞങ്ങളെ തടവിൽ വെച്ചിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ നമ്മുടെ റാണി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കണമെന്ന. അതിന് ഈ വഴി മാത്രമേയുള്ളൂ. അവർക്ക് സ്വർണ്ണ നിറം കെട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ വെറുമൊരു സേവകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ റാണിയുടെ ആജ്ഞ ഞാൻ അനുസരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാറാണിക്ക് വേണ്ടി പലതും ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളുടെ റാണി മേഡം വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. അവർക്ക് ഞങ്ങളെ പോലെ പളപളാന്ന് മിന്നണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഇതെല്ലാം ചെന്ന് നിങ്ങളുടെ റാണി മേഡത്തിനോട് പറഞ്ഞേക്കൂ. നിന്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്നെ ഇതുവരെ ആരും എതിർത്തിട്ടില്ല. മാത്രമല്ല എന്നെ തടയാനും ആരും ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇതാണ് ഒക്ടോവേൾ. ഇതിലേക്ക് പോകാനുള്ള വഴി വളരെ അപകടം പിടിച്ചതാ. ശ്രദ്ധിക്കണേ. നിക്കോ. ഇനിയും നിങ്ങൾ കാറിൽ ഈ വഴി പോവുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ആരോ വരുന്ന പോലെയുണ്ട്.
വേഗം എല്ലാരും മലയുടെ പുറകിൽ ഒളിച്ചോളൂ. മമ്മി, ഡോക്ടർ ചക്ക, കാറില്ലാതെ നമ്മളെങ്ങനെ വെള്ളത്തിനകത്ത് ശ്വാസം വിടുക? വിഷമിക്കേണ്ട കസീട്ടെ, ഇതാ ഈ ക്യാപ്സൂള് കഴിച്ചോളൂ. ഇത് കഴിച്ചാലുണ്ടല്ലോ ഓക്സിജന്റെ സഹായമില്ലാതെ നമുക്ക് ശ്വാസം വലിക്കാനും വിടാനും ഒക്കെ കഴിയും ചങ്കേ. ഇതാ മോട്ടു, നീയും ഒരു ക്യാപ്സൂള് കഴിച്ചോ. ചങ്കേ, ഇത് കണ്ടോ, ഇതാണ് ഒക്ടോപസ് കിറ്റ്. ഇത് നമ്മൾ ധരിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒക്ടോപസിനെ പോലെ തന്നെ ഉണ്ടാവും. നിക്ക്, നിനക്ക് വേണ്ടിയുള്ളൊരു സാധനവും എന്റെ കയ്യിലുണ്ട്. ഒരു മിനിറ്റ്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇനി മുതൽ നിന്റെ കളർ ഗോൾഡ് അല്ല, കറുപ്പ് കളറാ. ഇനി നിന്റെ ഈ സ്വർണ്ണ കളർ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു ലോകം ഞാൻ ഇതുവരെ കണ്ടിട്ട് തന്നെയാ. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് സത്യമാണോ അല്ല ഞാൻ കാണുന്ന സ്വപ്നമോ? പത്ലു, എന്നെ നീ ഒന്ന് നുള്ളിക്കേ. മനസ്സിലായി മനസ്സിലായി, ഇത് മുഴുവനും സത്യമാണ്, സ്വപ്നമല്ല. എന്റെ വേൾഡ് ഇത്ര മനോഹരാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹലോ അങ്കിൾ. ഹായ് ബഡി. ഇവൻ എന്തു പറ്റി? എന്താ ഇത്ര സന്തോഷായിരിക്കുന്നത്? ചിങ്കം സാറേ, വെള്ളത്തില് ബീച്ചാണോ അതോ ബീച്ചില് വെള്ളമാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ രോഗികളാണ് സത്യം. ഈ കടലിനടിയിലെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള സയന്റിസ്റ്റുകള് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഓ, കുറച്ചു നേരം ഒന്നും സംസാരിക്കാതിരിക്കോ? ഇങ്ങനെ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മളെ സംശയമാവും. വേഗം എല്ലാവരും അരികിലേക്ക് മാറിക്കോ, അരികിലേക്ക് മാറിക്കോ. അല്ല, ഓക്ടോ ജാക്സൺ എവിടേക്കാ പോയത്? ഓട്ടോ ജാക്സൺ,
ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ അവനെ നമ്മളുടെ കൂടെ കൊണ്ടുവരണ്ടായെന്ന്. ഒരുപക്ഷെ അവനും പരേഡിൽ ചേർന്നിട്ടുണ്ടാവോ? വേഗം വരൂ. ധീരൻ വില്ലാളി വീരൻ എഴുന്നള്ളുന്നു. രാജാതിരാജൻ സമുദ്രത്തിന്റെ ചക്രവർത്തി ഓക്ടോസാർ ഇതാ എഴുന്നള്ളുന്നേ. മഹാധീര വില്ലാളി വീര ഇതാ എഴുന്നള്ളുന്നു. സമുദ്രത്തിന്റെ റാണി ഇതാ പ്രത്യക്ഷപ്പെടുന്നു ഒരു പുതിയ അവതാരത്തിൽ. നിനക്കെന്ത് പറ്റി? എന്താ ഇങ്ങനെ ഒരു മേക്കപ്പ്? പെയിന്റർ എവിടെ? പറയൂ റാണി മാഡം. പെയിന്റർ, നീ എന്താണ് ഇങ്ങനെ ചെയ്തു വെച്ചത്? ചൂടാകല്ല റാണി മാഡം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഒക്ടോപ്പ, ഇവനെ കൊണ്ടുപോയി ഒക്ടോസറിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കൂ. വേണ്ട റാണി മാഡം, എന്റെ ഒക്ടോസോറസിന്റെ മുമ്പിൽ ഇടരുത്. വേണ്ട റാണി മാഡം, റാണി മാഡം, റാണി മാഡം. ഓക്ടോസോറസ് ഇനി ആ പെയിന്ററിനെ വെറുതെ വിടില്ല. അയാളുടെ അടുത്ത് ആരൊക്കെ പോയിട്ടുണ്ടോ അതെല്ലാം ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. പാവം. പരേഡ് ആരംഭിക്കട്ടെ. സ്റ്റാർട്ട് പരേഡ്. ഒക്ടോപ്പ, ഇങ്ങനെയാണോ നീ സൈന്യത്തെ ട്രെയിൻ ചെയ്തത്? ഇവർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ആരാണ് നിന്റെ നേതാവ്? മുന്നിലേക്ക് വരൂ. ഇതൊക്കെ പരേഡിന്റെ പഴയ സ്റ്റൈലല്ലേ? നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ഓൺ ചെയ്തേ, അപ്പൊ കാണാൻ നിങ്ങൾക്ക് പുതിയ പരേഡിന്റെ സ്റ്റൈല്. എന്റെ മോട്ടു ഒന്ന് ശാന്തമായിരിക്കെ. നീ തന്നെ നമ്മളെ കൊടുക്കുമെന്നാ തോന്നുന്നത്. ചിങ്കം സാറേ അവരാണെന്ന് തോന്നിക്കാൻ നിങ്ങളും ഒരു ഡാൻസ് കളിച്ചോളൂ. അതാരാണ് അയാള്? അയാള് പരേഡിന്റെ ആകെ സ്റ്റൈലേ മാറ്റിമറിച്ചല്ലോ. ഇത് കഴിഞ്ഞ് അയാളെ എന്റെ അടുത്തേക്കൊന്ന് വിടണം. എനിക്കും ഡാൻസ് ഒന്ന് പഠിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്.
ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിവിടെ പുതിയതാണോ? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ റാണി മാഡം? അതിന് ഞങ്ങളെല്ലാരും ഇന്ന് വന്നല്ലേ ഉള്ളൂ. എന്റെ പേര് മോട്ടു, ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, ഇത് ഡോക്ടർ ജഡ്ക, ഇത് ഘസീട്ടാറാം, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ചിങ്കം. അങ്ങനെയാണോ? മോട്ടു പറഞ്ഞേക്ക്, എല്ലാം പറഞ്ഞേക്ക്. ഇനി നമുക്കൊന്നും പറയാൻ ഇനി ബാക്കി വെക്കല്ലേ. താങ്ക് യു പത്ലു. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ എന്താ രഹസ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? റാണി മാഡം, സത്യത്തിൽ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നു, ഒരു സ്വർണ്ണ മത്സ്യം. ഒക്ടോ വേൾഡിലെ രാജാവ് അവന്റെ പരിവാരങ്ങളെയും പിന്നെ കുടുംബാംഗങ്ങളെയും തടവിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ആ സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. റാണി മേഡം, മോട്ടു പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞങ്ങള് മനുഷ്യന്മാരൊന്നും അല്ല. സ്വർണ്ണമീനിന്റെ കുടുംബാംഗങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഞങ്ങളൊന്ന് അവരെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. അവരുടെ കുടുംബത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നീ എന്താ റാണി മാഡത്തിനോട് ഈ ഒരു കാര്യം മാത്രം പറയാത്തത്? അതായത് നമ്മൾ എല്ലാവരും മനുഷ്യരാണെന്നുള്ള കാര്യം. റാണി മാഡം, ദേ നോക്കിക്കേ. കണ്ടില്ലേ റാണി മാഡം, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് വിശ്വാസം വന്നോ? ഞങ്ങൾ എല്ലാവരും മനുഷ്യരാണെന്ന്. എന്റെ മോട്ടു, നീ ഇപ്പൊ എന്തായി ചെയ്തത്? മോട്ടു, നീ സംസാരിച്ചുകൊണ്ടേയിരിക്കൂ. റാണി മാഡം, പറയാൻ എന്തിരിക്കുന്നു? നോക്കൂ, നിങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ട് വേണം ആ സ്വർണ്ണ മത്സ്യത്തിന്റെ പരിവാരങ്ങളെ വിമുക്തരാക്കാൻ. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ചായയും പലഹാരവും കഴിച്ചിട്ട് പൊയ്ക്കോളാന്നേ. അതെങ്ങനെയാ നിങ്ങളെ ഇവിടെ നിന്നും വേഗത്തിൽ പറഞ്ഞയക്കുന്നത്? ഇവിടെ താമസിച്ച് വിരുന്നുണ്ടിട്ട് പോകാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വിരുന്നുകാരാണല്ലോ. താങ്ക് യു റാണി മാഡം. സത്യം പറയട്ടെ, ശരിക്കും എന്റെ വയറ് വിശന്ന് കത്തിക്കൊണ്ടിരിക്കുക. പത്ലു, വരൂ വരൂ വരൂ. റാണി മാഡം വരൂ, വല്ലാണ്ട് വിശക്കുന്നു. വരൂ വരൂ. എന്റെ മോട്ടു, നിന്റെ ആവേശം നമ്മളെ എല്ലാവരെയും ഏതോ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഡൈനിങ് ഏരിയയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇരിക്കൂ. മഹാറാണി വിജയിക്കട്ടെ. മഹാറാണിയെ ഈ വാർത്ത അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷണം ഗോൾഡ് ഈസ് ബോൾഡ്. മഹാറാണി ഇപ്പോൾ വിജയിക്കാൻ പോവുകയാണ്. സയന്റിസ്റ്റ്, നീ എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇത് നോക്ക്, ഇവരെ എല്ലാം ശ്രദ്ധിച്ചോളണം. ഇവരെല്ലാം ഇന്ന് നമ്മുടെ വിരുന്നുകാരാണ്. മോട്ടുവും പത്ലുവും പിന്നെ സുഹൃത്തുക്കളും. ഹലോ സയന്റിസ്റ്റ് സാർ, എന്റെ വലിയേട്ടനും ഫുർഫുറി നഗരത്തിലെ വലിയൊരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ നല്ല രസമായിരിക്കും. മഹാരാജാവേ, ഭക്ഷണത്തിന് മുമ്പുള്ള അങ്ങയുടെ ഇഞ്ചക്ഷനുള്ള സമയമായിരിക്കും. വേണ്ട 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 വേണ്ട, ഇന്ന് നമുക്ക് ഒരു ഇഞ്ചക്ഷനും വേണ്ട. ഇത് എടുത്താ നമുക്ക് വേദന എടുക്കും. ഇല്ല മഹാരാജാവേ, ചില മരുന്നുകൾ ആദ്യമൊക്കെ വേദനിക്കും, പക്ഷെ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ മഹാരാജാവിന്റെ അസുഖം ഭേദമാവുകയുള്ളൂ. മനസ്സിലാക്കിയാലും. കുറച്ച് ഭേദമായിട്ടുണ്ട്. ശരിയാ, എങ്കിൽ നടക്കട്ടെ. ഇനി ഞാൻ ഉറങ്ങാൻ പോവുക. അല്ല മോട്ടു പത്ലു, ഇന്ന് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വിരുന്നുകാരാണ്. അതായത് ഞങ്ങളുടെ വിരുന്നുകാരെ ഞങ്ങൾ ദൈവത്തിന്റെ രൂപത്തിലാണ് കാണാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് ലഞ്ച് കഴിക്കാനായി അനുവാദം ചോദിക്കുകയാണ്. ഒളിച്ചെടുത്തല്ലോ, ഇവരുടെ എന്ത് നല്ലൊരു സംസ്കാരമാണ് ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാന്നേ. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. റാണി മാഡം,
ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, അതിനെന്തിനാ ഈ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യം? തീർച്ചയായും ആവശ്യമാണ്. അതായത് കഴിക്കാൻ പോകുന്നത് നിങ്ങളല്ല, ഞങ്ങളാണ്. അതായത് ചുറ്റി ചുറ്റി കഴിക്കാൻ പോവുകയാണ്. മനുഷ്യമാംസം വളരെ രുചിയേറിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ടേസ്റ്റി, യമ്മി. എന്റെ അമ്മോ മഹാറാണി മാഡം, ഞാനിത് മനുഷ്യനായതുകൊണ്ട് പറയാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യരുടെ ഇറച്ചിക്ക് യാതൊരു സ്വാദും ഉണ്ടാവില്ല. ആ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മഹാറാണി മേഡം, നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഭക്ഷിക്കാൻ സാധിക്കില്ല. ഏതാണ് ഈ ചെറിയ കുട്ടി? ഈ സൈഡ് ഹീറോയെ സൈഡിലേക്ക് അയക്കൂ. നിങ്ങൾക്കൊരിക്കലും നല്ല കൂട്ടുകാരാകാൻ കഴിയില്ല. തീർച്ചയായിട്ടും പറ്റും എന്റെ റാണി മാഡം. മനുഷ്യർക്ക് നല്ല കൂട്ടുകാരായി തീരുവാൻ പറ്റും റാണി മാഡം. വേണമെങ്കിൽ നിങ്ങൾ സ്വർണ്ണ മത്സ്യത്തോട് ചോദിക്കൂ. ഇതൊരു സാധാരണ മത്സ്യം, ഇതിനോട് എന്തു പോയി ചോദിക്കാനാണ്? റാണി മാഡം, അപ്പൊ നിങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുകയാണോ? ഞങ്ങൾ ഈ സ്വർണ്ണ മത്സ്യത്തിനെ കറുപ്പ് പെയിന്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഈ ഒക്ടോ വേൾഡിൽ അതിനെ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. കണ്ടു നോക്കൂ, ഇതിന്റെ പെയിന്റ് ഇങ്ങനെ കഴുകി കളഞ്ഞാലേ ഇതൊരു സ്വർണ്ണ മത്സ്യമായി മാറും. ഇവന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് സത്യത്തിൽ ഒരു ഗോൾഡ് ഫിഷ് ആണല്ലോ. ആഹാ, സയന്റിസ്റ്റ്, ഈ ഗോൾഡ് ഫിഷിനെയും മറ്റുള്ള ഗോൾഡ് ഫിഷിനെ കൂടെ തുറങ്ങിലടക്കൂ. വേണ്ട, എന്നെ വിട്, എന്നെ വിട്, വിട്. ഞങ്ങളെ രക്ഷിക്കൂ. സോയ, ഈ കുട്ടിയെ നീ വേഗം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. പിന്നെ ഈ ഗോൾഡ് ഫിഷിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. സ്വർണ്ണ മത്സ്യമേ, ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും, എല്ലാവരെയും രക്ഷിക്കും. സോറി പത്ലു, സോറി, എന്റെ വാക്കുകളൊക്കെ തെറ്റിപ്പോയി. ഇവിടെയുള്ളവരൊക്കെ നമ്മള് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. മോട്ടു, ഇപ്പൊ നീ എല്ലാം മറന്ന് ഫുൾ സ്പീഡിൽ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേ. അവരെ പിടിക്കൂ. റാണി മാഡം, ഞങ്ങളെ വലിച്ചോണ്ട് പോവാ. ബൈ ബൈ റാണി മാഡം. അവരെ പിടിക്കൂ, അവരെ പിടിക്കൂ, വിടരുത്. എല്ലാരെയും പിടിച്ച് ഒക്ടോസറസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. റാണി മാഡം. വലിയേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒക്ടോസറസിനെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. എന്നെ വിടൂ, എന്നെ വിട്. എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. എന്ന് ഗോൾഡ് ഫിഷുകളുടെ കൂടെ കിടക്ക്. എന്നെ രക്ഷിക്കൂ. ഞാൻ എവിടെയാണ്? ഇതേതാ സ്ഥലം? സുന്ദരി, അല്ല, ഞാൻ ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളുടെ സ്ഥലത്തേക്കാണോ വന്നത്? അമ്മേ, അച്ഛ, നിങ്ങളാണോ? ഏഹേ, അവസാനം നമ്മൾ എല്ലാവരും ഒത്തുചേരുന്നു. ആദ്യം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. ഒക്ടോസറസ് ഇവിടുത്തെ ജയിലറിന്റെ പേരാണ്. എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ എന്തിനാ ബന്ധിതനാക്കുന്നത്? വരില്ല, ഞാൻ ഒരിക്കലും വരില്ല, വരില്ല, ഞാൻ വരില്ല. എന്നാ നോക്കി നിൽക്കണേ, എടുത്തിട അവന്മാരെ അകത്തോട്ട്. ഓഫോ, പല ജനലുകളിൽ കൂടെ അകത്താക്കവരെ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല.
എന്റെ രോഗികളാണ് സത്യം. എനിക്കിത് കണ്ടിട്ട് ജയില് പോലെ തോന്നുന്നില്ല കൂട്ടുകാരെ. ആ ഭടന്മാരൊക്കെ നമ്മളെ ആവശ്യമില്ലാതെ പേടിപ്പിച്ചതാ തങ്കുകളെ. എനിക്കിവിടെ ആ ജയിലർ ഒക്ടോസറസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. വലിയേട്ടാ, ഞാൻ ഈ മലമുകളിൽ കയറി ഒന്ന് നോക്കട്ടെ. നിക്കോ, ഞങ്ങളും വരാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, ഞാനപ്പോ ഇഡ്ലിക്ക് തൊട്ടുകൂട്ടാനുള്ള ചട്നി ആവല്ലോ. മമ്മി രക്ഷിക്കണേ. എന്റെ അത്തിപ്പാറ അമ്മഞ്ഞേ. പത്തലു, എനിക്കിവിടുന്ന് നോക്കിയിട്ട് ഒരു ഒക്ടോസറസിനെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. പത്തലു, ഇവിടുന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നിക്കേ, ഞാൻ താഴോട്ട് വരാം കേട്ടോ. സ്ലൈഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പത്തലു, എനിക്ക് തോന്നുന്നത് മുമ്പില് ഗുഹയാണെന്നാണ്. ഞാനൊന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാം. പത്തലു, ഈ ഗുഹയ്ക്കകത്ത് ഭയങ്കര ഇരുട്ടാണല്ലോ. മോട്ടു ഓടിക്കോ. അത് ഗുഹയൊന്നും അല്ല, അതിന്റെ വായാണ്. പത്തലു, എന്തായാലും നന്നായി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നല്ലോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നേ. എന്റെ മോട്ടു, ഇത് ഗുഹയൊന്നും അല്ല, ഒക്ടോസറസിന്റെ വായാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, നമ്മൾ ഇതിന്റെ വായിലേക്കാ പോകാൻ പോകുന്നേ. എന്താ, നമ്മളെല്ലാവരും ഒക്ടോസറസിന്റെ വായിനകത്തുന്നോ? ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോവാ? പത്തലു പറ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കല്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഒക്ടോസറസിനെ ഇക്ലിയാക്കാം. ആ സമയത്ത് ഒക്ടോസറസ് ചിരിക്കില്ലേ? ആ സമയത്ത് നമുക്കെല്ലാവർക്കും പുറത്തേക്ക് പോകാം. റെഡിയാ? പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം. പത്തലു, ഞാൻ കുറെ നേരം നീന്തിക്കൊണ്ടിരിക്കുക, പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നില്ലല്ലോ. ഇനി ഇവിടെയും വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? എന്റെ മോട്ട് വീണ്ടും നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നേ. പിന്നിലേക്കൊന്ന് നോക്ക്. നന്നായി നിങ്ങൾ എന്റെ പിടിയിൽ വന്നത്. ഞാനും നിങ്ങളെ തിന്നാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. എന്റെ കൺവെട്ടത്താണെങ്കിൽ നിങ്ങൾ വന്നേയില്ല. ഇപ്പോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഞാൻ എന്താ നിങ്ങളെ ഇപ്പോ അങ്ങോട്ട് തിന്നോട്ടെ. നോ പ്രോബ്ലം. ഞാൻ അത്ര വാക്കുകളൊന്നും പാലിക്കാറേ ഇല്ല. പെർമിഷൻ എടുക്കാതെ കൂടെ ഞാൻ കഴിക്കാറുണ്ട്. ആർക്കും മൂക്കനും അറിയ പോലുമില്ല. സേനാപതി, അത് മൂക്കനുമല്ല, ചെവിക്കുമാണ്. ഒരു പഴഞ്ചൊല്ലിൽ എന്തായിരിക്കണേ? ഞാനാണെങ്കിൽ റാണി മേഡത്തിനോട് പറയും, ഗോൾഡ് ഫിഷിന്റെ ഒരു കൂട്ടം വന്നു, എന്നിട്ട് നിങ്ങളെ എല്ലാരെയും അവരുടെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന്. സ്റ്റോറി അവിടെ തന്നെ ക്ലോസ്. എന്റെ അമ്മോ, ഞങ്ങള് ആകാശത്തുനിന്ന് വീണവരാണ്. ഞങ്ങള് മനുഷ്യരാണ്. നമ്മളൊക്കെ എന്താ ചെയ്യാ? ഐഡിയ, എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് പോക. ഒക്ടോപ്പയെ ലോക്ക് ചെയ്യ്. കറങ്ങ്, തിരിയ്, മറിയ്, തിരിയ്, കറങ്ങ്. ഒക്ടോപസ്, വിത്ത് യുവർ പെർമിഷൻ. അവൻ പണ്ടാരടങ്ങി പോയി. പത്തലു, സ്വർണ്ണ മത്സ്യത്തിനെ സഹായിക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഓട്ടോ ജാക്സനെ രക്ഷിച്ചേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാ മോട്ടു. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഈ കൊട്ടാരത്തിനകത്തേക്ക് പോകണം. കാരണം ഒക്ടോ ജാക്സൺ ഈ കൊട്ടാരത്തിനകത്തല്ലേ ഉള്ളത്. വരൂ.
എന്റെ അമ്മോ, ഇയാൾ എന്തോന്ന് രാജാവ്? രാജാവിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി ഒരു സിപ്പായിനെ പോലും കാണുന്നില്ലല്ലോ. ആ ഓ ചിങ്കം സാറേ, ഇത് വളരെ നല്ല കാര്യമാ. ആരെങ്കിലും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജോലി ചെയ്ത് തീർക്കാലോ. പത്ലു, എനിക്ക് എന്തോ കേൾക്കുന്നുണ്ടല്ലോ. നിനക്കും അതുപോലെയുള്ള വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ? എന്റെ മോട്ടു, നീ എന്ത് സൗണ്ടാ കേട്ടത്? ഞാൻ പറഞ്ഞതല്ലേ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. മോട്ടു, നീ എന്താ പറയാത്തത്? ഇത് മനുഷ്യരുടെ ശബ്ദമല്ലെന്ന്. ഓടിക്കോ. എനിക്ക് ഈ ഓക്ടോപസിനെ പോലെ വെള്ളത്തിൽ നീന്താൻ യാതൊരു അനുഭവം ഇല്ല കേട്ടോ. ഓടിക്കോ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുപോലെ കറണ്ട് തന്നിട്ടില്ല. ഓടിച്ചെടുത്തല്ലോ, ഓടിച്ചെടുത്തല്ലോ. ഓടിക്കോ, വേഗം. ഓ, എന്റെ അപ്പിക്കോടെ, വേഗം പൊക്കോ, മമ്മി, രക്ഷിക്കണേ. Hey, stop! Stop in the name of sea! Stop in the name of water! Stop! Stop! ചിങ്കം സാറേ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുമ്പ് അവിടെ വർക്കൗട്ട് ആവില്ലെന്നാ. Hey! സിംഹത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Follow me. മോട്ടു, ദേ കിടക്കുന്ന ഒക്ടോ ജാക്സൺ. നമുക്ക് ശബ്ദമുണ്ടാക്കാതെ അവന്റെ അടുത്തേക്ക് പോകാൻ നോക്കാം. ഒക്ടോ, ഒക്ടോ എഴുന്നേൽക്ക്, നമുക്കിവിടുന്ന് പോവണ്ടേടാ. എഴുന്നേക്ക്, എഴുന്നേക്കടാ ഒക്ടോ. മോട്ടു, നീ എത്തിയോ? എനിക്കിവിടെ തനിച്ച് ഡാൻസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. മോട്ടു പത്ലു, നിങ്ങളും എന്റെ കൂടെ ഡാൻസ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഞങ്ങള് നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. നീ ശബ്ദം ഉണ്ടാക്കി എല്ലാം കൊളാക്കിയില്ലേ? രാജാങ്കിൾ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ അറിയാണ്ട് ഉണർത്തി. നിങ്ങളെല്ലാവരും ഓക്ടോ ജാക്സനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോക്കോ. നിങ്ങളെല്ലാവരും കൂട്ടുകാരല്ലേ, നിങ്ങൾ എന്ത് ചെയ്താലും ശരിയാണത്. നിങ്ങൾ നല്ല മനുഷ്യരാണ്. എനിക്ക് നിങ്ങളെ ഇത്രേ സഹായിക്കാൻ പറ്റൂ. നിങ്ങൾ ഓക്ടോ ജാക്സൺ എടുത്തോണ്ട് പെട്ടെന്ന് ഓടിപ്പോക്കോ. രാജാവേ, നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നത് സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വർണ്ണ മത്സ്യത്തിന് ഞങ്ങൾ വാക്കുകൊടുത്തതാ. മോട്ടു പത്ലു ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കുമെന്ന്. നിങ്ങളുടെ കൂട്ടുകെട്ടാണെങ്കിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഗോൾഡ് ഫിഷസിനെ തേടി പോണെങ്കിൽ. രാജാവേ, നിങ്ങൾ എന്തോ പറയാൻ വന്നതല്ലേ? എഴുന്നേൽക്ക്, സ്വർണ്ണ മത്സ്യത്തിനെ രക്ഷിക്കുവാൻ എഴുന്നേൽക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സയന്റിസ്റ്റിന്റെ റിസർച്ച് സെന്ററിൽ പോകേണ്ടി വരും. രാജാവേ, രാജാവേ, എഴുന്നേറ്റ് വല്ലത് പറയൂ. അയാളാണ് ഗോൾഡ് ഫിഷസിനെ എല്ലാത്തിനെയും ബന്ധിച്ചു താങ്ക് യു വെച്ചിരിക്കുന്നത്. മഹാരാജാവേ. അപ്പൊ ഞങ്ങൾ പോവാണ്. താങ്ക് യു. ഇതിനിപ്പോ എന്തിനാ ഒരു താങ്ക് യു? വരൂ. കടലിൽ രാത്രിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മൾ രാജാവിനോട് സയന്റിസ്റ്റ് എവിടെയാണെന്ന് ഒന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ. ജഡ്ക സാറ് പറയുന്നത് ശരി തന്നെയാ. രാത്രി നമ്മൾ വഴിതെറ്റി വേറെ എവിടെക്കെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തെരഞ്ഞു നോക്കാം. ഓ, ഓ. അല്ല, ഇത് ഏതാ സ്ഥലം? മോട്ടു, എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇത് നോക്ക്. എന്താ പത്ലു, ഇതുവരെ കോഴി കൂവിയിട്ട് പോലും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നീ എന്തിനാ എന്നെ എഴുന്നേപ്പിച്ചത്? കുറച്ചു നേരം കൂടെ ഞാനൊന്ന് കിടന്നോട്ടെ. അപ്പോഴത്തേക്കും നീ ഒരു ചായ ഉണ്ടാക്കും. എന്റെ മോട്ടു, കോഴി കൂവുന്നത് കേട്ട് ഉണരാൻ നീ ഫുർഫുറി നഗറിലൊന്നല്ല ഉറങ്ങുന്നത്, ഒക്ടോപസ് വേൾഡിലാ.
ഏയ്, എന്തായി കാണുന്നത്? ഹലോ, നിങ്ങൾക്കത് അറിയോ? എന്താണത്? ഒന്ന് പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ, ഇതിന്റെ ശബ്ദം കേട്ടാണ് കാലത്ത് എല്ലാരും ഇവിടെ സമുദ്രത്തിൽ എണീക്കണത്. നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാന്ന് തോന്നുന്നു. പത്ലു, നീ കേട്ടിട്ടുണ്ടോ? ഇതാണ് കടൽ കോഴി. ഇവിടെ എല്ലാം ഉണ്ട് പത്ലു. ഇത്രയും വലിയ തിമിംഗലങ്ങളോ? ഇത് ഒരേ ഡയറക്ഷനിൽ എവിടേക്കാ പോകുന്നത്? ദേ, ഇപ്പോഴാണ് ഞാൻ ഒരു തിമിംഗലത്തിന്റെ വായിൽ സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ടത്. വേഗം വരൂ, നമുക്കതിനെ ഫോളോ ചെയ്യാം. പത്ലു, ഈ തിമിംഗലത്തിന് അറിയില്ലല്ലേ നമ്മൾ ഇതിന്റെ പുറകിൽ പോകുന്ന കാര്യം. പൊളിച്ചെടുത്തല്ലോ, മമ്മി. തിമിംഗലത്തിന് അറിയില്ലായിരുന്നു നമ്മളവരെ ഫോളോ ചെയ്യണ്ടെന്ന്. നമുക്കും അറിയില്ല തിമിംഗലം നമ്മളെ ഫോളോ ചെയ്യണ്ടെന്ന്. നമ്മൾ ഇപ്പൊ ശരിക്കും കുടുങ്ങി. നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്റെ അമ്മോ, നമ്മൾ എത്ര നാളിങ്ങനെ ആകാശത്ത് നിന്ന് വീഴേണ്ടി വരും? എത്ര നാളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കേണ്ടി വരും? സാറേ, വീണ്ടും ഈന്തപ്പഴോ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറയാതെ എനിക്ക് വിശക്കുന്നു. ഒട്ടുപത്ലു, നിങ്ങൾ വന്നോ? നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടോ, എനിക്ക് എന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടി. വൗ, സൂപ്പർ! നിനക്ക് നിന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവനും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? സ്വർണ്ണ മത്സ്യമേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അതേ സ്വർണ്ണ മത്സ്യമേ, നിന്നെ മാത്രമല്ല നിന്റെ പരിവാരങ്ങളെയും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. വരൂ മഹാറാണി, നിങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നം ഇന്ന് പൂർത്തിയാവാൻ പോവുകയാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഇതാ ഒടുക്കമായിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വർണ്ണ നിറത്തിലാകാൻ തയ്യാറായിക്കൊള്ളൂ. സയന്റിസ്റ്റ്, ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം വേഗം തന്നെ ചെയ്യൂ. ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ എന്റെ ഈ പരീക്ഷണത്തിന്റെ ബലമറിയാൻ സാധിക്കും. ഇപ്പൊ എന്റെ ശരീരം പളപളാന്ന് തങ്കം പോലെ മിന്നുന്നു. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം സയന്റിസ്റ്റ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. വളരെ നന്ദിയുണ്ട് മഹാറാണി. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിർത്താൻ. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവരെയെല്ലാം വേഗം പുറത്തേക്കെടുത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. വരാൻ പാടില്ലാത്ത സ്ഥലത്താണ് വന്നത്. എന്റെ കഴിവും എന്റെ കണ്ടുപിടുത്തവും കണ്ടിട്ട് പോയിക്കോ. ഇന്നു മുതൽ ഈ 7 കടലുകളിലും ഞാൻ മാത്രമായിരിക്കും ഗോൾഡൻ ഒക്ടോപസ് ആയിട്ടുണ്ടായിരിക്കുന്നത്. ഇതുവരെയും ആരും ഇതുപോലെ ഉണ്ടായിട്ടില്ല, ഇനി മുതൽ ഉണ്ടാകാനും പോകുന്നില്ല. എന്റെ പ്രിയ റാണി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഈ ഒരാള് കാരണം എത്ര പാവപ്പെട്ട ഗോൾഡ് ഫിഷസിന്റെ നിറമാണ് ഞാൻ പോയിരിക്കുന്നത്. ചെയ്തതിൽ എന്താണ് തെറ്റ്?
പറയൂ, എന്താണ് തെറ്റ്? അവർ എപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കണം? എന്താ നിങ്ങളത് മറന്നുപോയോ മഹാരാജ? എന്നാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ഗോൾഡ് ഫിഷുകൾ എല്ലാവരും ചേർന്ന് എന്റെ ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതെങ്ങനെയാണ് എനിക്ക് മറക്കാൻ സാധിക്കുക? നിങ്ങളുടെ മോന് സ്വർണ്ണ മത്സ്യം എടുത്തോണ്ട് പോയെന്നോ? അതെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ മോൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഗോൾഡ് ഫിഷിന്റെ കൂട്ടം അവനെ തട്ടിക്കൊണ്ടുപോയത്. സ്വർണ്ണ മത്സ്യത്തിന്റെ കൂട്ടം തട്ടിക്കൊണ്ട് പോയെന്നോ? ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ റാണി മേഡത്തിനോട് പറയും, ഗോൾഡ് ഫിഷസിന്റെ ഒരു കൂട്ടം വന്നായിരുന്നു, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ എടുത്തോണ്ട് അങ്ങോട്ട് പോയെന്ന്. കഥ അവിടെ തന്നെ തീരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു റാണി മേഡം, ഇതിനു മുമ്പ് സേനാപതി നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നോ? അതെ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? റാണി മേഡം, നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് സേനാപതി ഞങ്ങളോടും പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയാണ്. നിങ്ങളുടെ മകൻ കാണാതെ പോയതിന് കാരണം അവര് തന്നെയാണ്. പാപം ചെയ്തത് വേറെ ആളാണെങ്കിലും ശിക്ഷ കിട്ടിയത് ഇവർക്കാണ്. അവരെ എനിക്ക് വളരെയധികം വിശ്വാസമാണ്. നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. ഇവരെ എല്ലാരെയും തുറങ്ങിലടക്കൂ. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇവിടുന്ന് പോ. ഇതെന്താ നിന്റെ കഴുത്തില് ഈ അടയാളം? ഇതെങ്ങനെ വന്നു? ഇത് ചെറുപ്പം മുതൽ എന്റെ ശരീരത്തിലുള്ളതാ. ഇത് എന്റെ കുടുംബത്തിന്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ നീയാണ് എന്റെ ഇളയ കുട്ടി ഒക്ടോ. അതെ, നീയാണ് എന്റെ ഇളയ മകൻ. മഹാറാണിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്റെ പരീക്ഷണം തീരാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. വന്നിരിക്കൂ, ഞാൻ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. 4 ദിവസം പകല് പോലുള്ള വെളിച്ചം പിന്നീട് ഇരുട്ടും. എന്റെ ഗോൾഡൻ കളർ എന്താണ് ചെയ്യുന്നത്? ഇല്ല ഇല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മഹാറാണി, ഈ കാര്യം നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം. നിങ്ങൾ ഗോൾഡൻ ഒക്ടോപ്പസ് ആകണമെന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ നിങ്ങൾ വെറും ബലിയാട് മാത്രമാണ്, എന്റെ പരീക്ഷണത്തിനുള്ള ബലിയാട്. നിങ്ങളെ സ്വർണ്ണ നിറത്തിലാക്കാമെന്നൊക്കെ പറഞ്ഞ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചെടുക്കുകയായിരുന്നു. ഇനി ഞാനാണ് മാറാൻ പോകുന്നത്. ഈ സമുദ്രത്തിലെ സ്വർണ്ണ നിറത്തിലുള്ള ഒക്ടോപ്പസ് ഞാനാണ്. ഇവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്ക്. നീ ഒരു വിശ്വാസവഞ്ചകനാണ്. എന്നെ ദ്രോഹിയെന്നോ വിശ്വാസവഞ്ചകനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പോകൂ, അവരുടെ കൈകൾ കൂട്ടിക്കെട്ടു. വേണ്ട. 4 ദിവസം പകൽ പോലുള്ള വെളിച്ചം പിന്നീട് രാത്രിയാകും. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നീ കയറി കളിക്കാൻ പാടില്ല. അറ്റാക്ക്! അവരെ പിടിക്കുക. എന്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് പാഴായി പോകുന്നത്. ആ ഗോൾഡ് ഫിഷുകളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കൂട്ടുകാരെ, മോട്ടുവും പത്ലുവും നമ്മൾക്കെല്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇപ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ അവരെ രക്ഷിക്കണം. വരൂ, നമുക്ക് പോയി സഹായിക്കാം. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഈ കടലിന്റെ മഹാരാജാവ് ഞാനായി മാറണം. അവരെ പിടിക്കുക. നിങ്ങളോടെല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, ദുഃഖമാണ് തോന്നുന്നത്.
നമ്മുടെ രാജാവിന്റെ നില അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തിന് ഒരുപാട് നാൾ ജീവനോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം ഞാൻ ചെയ്തു കഴിഞ്ഞു. മഹാറാണിയെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ കടൽ രാജാവിന്റെ ഉത്തരവാദിത്തം ഞാൻ കിരീടമണിഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ക്ഷമിക്കണം, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. സയന്റിസ്റ്റ്, നിനക്കിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ടോ? നിനക്കിന്ന് ആ കിരീടം ഒരിക്കലും കിട്ടില്ല. എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നോക്ക് സയന്റിസ്റ്റ്, ഞങ്ങൾ 5 പേര് മാത്രമല്ല, ഞങ്ങളുടെ പട പിന്നിലുണ്ട്. നേരെ നോക്ക്. ഇതാണോ നിങ്ങളുടെ പടയാളികൾ? ഇത്രയും വർഷങ്ങളായിട്ട് അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ എന്നെ ചെറുത്ത് നിൽക്കാൻ വരുന്നത്? സയന്റിസ്റ്റ് ചേട്ടാ, ഇന്ന് നിങ്ങളുടെ എല്ലാ ഭരണവും ഈ സ്വർണ്ണ മത്സ്യങ്ങൾ തല്ലി തകർക്കാൻ പോവുകയാണ്. ആക്രമിക്കൂ! പേടിക്കേണ്ട സ്വർണ്ണ മത്സ്യമേ, ഒറ്റയ്ക്കുള്ള സയന്റിസ്റ്റിനെ എന്തിനു പേടിക്കണം? മോട്ടു അവരൊറ്റയ്ക്കല്ല. അങ്ങനെ ആരാ അവന്റെ കൂടെ ഉള്ളത്? നീ എങ്ങനെയാ ഇവിടെ? ഇത് ഞാൻ വളർത്തുന്ന എന്റെ സ്വന്തം ഒക്ടോപസാ. ഇതിന് എന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഞാൻ വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഇവൻ അനുസരിക്കും. നിന്റെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു, പോയി കഴിക്ക്. അല്ല, എന്തോന്ന് ലഞ്ച്? എങ്ങനത്തെ ലഞ്ച്? പെർമിഷൻ നോട്ട് ഗ്രാൻഡഡ്. ഒക്ടോസറസ്, നീ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങളായിട്ട് തന്നെ തീർത്തോളാം. ഞാനിതൊരു മിണ്ടാപ്രാണികളെ തല്ലിയിട്ടില്ലടാ. പക്ഷെ നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു, എഴുന്നേൽക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോട്ടു? ഇത് കേക്കൂ തിമിംഗലങ്ങളെ, ഇത് കേക്കൂ. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. സയന്റിസ്റ്റ് ഞങ്ങളോടും വലിയ അനീതിയാണ് ചെയ്തത്. അതായത് കുറച്ച് സമോസയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് സഹായിക്കേ. അതിനിപ്പോ ഞാൻ സമോസ എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ ചിങ്കം സാറ് വരുമെന്നേ. ചിങ്കം സാറ് പറഞ്ഞുതരല്ല. ചിങ്കം സാറേ, വേഗം പോയി സമൂസ കൊണ്ടുവരൂ. എന്റെ അമ്മോ! ചായക്കട ചേട്ടാ, സമോസയ്ക്ക് നന്ദി. യെസ്, മോട്ടു സമോസ. നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു അകത്തേക്ക് വേണ്ട.
ചെല്ല്, ചെന്നവനെ കീഴടക്ക. എന്നെ എന്തായി ചെയ്യണേ? പറഞ്ഞ കേക്കണില്ലേ? ഇതിന്റെ ഭവിഷ്യത്ത് നീ തീർച്ചയായിട്ടും അനുഭവിക്കും. വിടാനാ പറഞ്ഞ. ആരെങ്കിലും ഉണ്ടോ? അല്ല, അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. അങ്ങനെ ചേരുത്. ഒക്ടോ ജാക്സൺ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ എത്തിക്കഴിഞ്ഞു. വരൂ വരൂ. ഇന്ന പിടിച്ചോ. ഏയ്, ഈ ചിങ്കത്തിനെയാണോ നിങ്ങൾ പിടിക്കാൻ നോക്കുന്നത്? നിങ്ങളൊക്കെ ഞാൻ വെള്ളം കുടിപ്പിക്കും. എന്നാ പിടിച്ചോ. പുട്ട്, കടല, പപ്പടം, പഴംപൊരി. ചിങ്കം സാറേ, നമ്മൾ ഇവരെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു വഴിയാക്കി നോക്ക്. അതെ, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇവരൊരു ഗോളമാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നല്ലോണം കറങ്ങട്ടെ. എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? വേഗം പറ. എന്ത്, എന്റെ ഈ ഒക്ടോപസിനെ അവൻ കീഴടക്കിയോ? ഇനി ഞാൻ വേണം എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് നീ ഒന്ന് നോക്ക്. ഓ, എന്താ ഇത്? എന്ത് പണ്ടാരോ ഇത്? ഓ, വേണ്ട. കാണിച്ചു തരാം. കളിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ചെല്ലേ. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങളുടെ ഓക്ടോ സരസിത നിലംപതിച്ചിരിക്കുന്നു. ഇനി വന്നോളൂ, ഞാനും നീയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? എന്റെ സ്വപ്നം മുഴുവനും നീ നശിപ്പിച്ചില്ലേ? ഗോൾഡ് ഫിഷിനെ മോചിപ്പിക്കുകയും ചെയ്തു, ഏറ്റവും വലിയ ഒക്ടോപസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വെളിച്ചമേ ഉള്ളൂ. പക്ഷെ നിന്റെയോ ജീവിതം മുഴുവനും ഇരുട്ട് മാത്രമായിരിക്കും. ഇല്ല. മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വളരെ അത്യാഗ്രഹിയായിരുന്നു. എന്നാൽ നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയത്. പിന്നെ സ്വർണ്ണമീനുകളെ, നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. മോട്ടു പത്ലു, നിങ്ങൾ ചെയ്ത സഹായത്തിന് എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളാണ് ഒത്തിണക്കിയത്. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരണേ. ഉറപ്പായിട്ട് വരും ഓക്ടോ, തീർച്ചയായിട്ടും വരും. പക്ഷേ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് ഡാൻസ് കളിച്ചാലെന്താ? Watch India's largest kids library only on Jio Hotstar. Download the app now.